വിവാദങ്ങൾക്കിടയിൽ NSSന്റെ വാർഷിക പ്രതിനിധി സഭ ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നയിൽ 2024-25 വർഷത്തെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാനുള്ള യോഗം അതാണ് ഇന്ന് ചേരുന്നത്. എന്നാൽ രാഷ്ട്രീയ നിലപാടിലുണ്ടായ മാറ്റം യോഗത്തിൽ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചേക്കും. നിലപാട് മാറ്റത്തിൽ എതിർപ്പ് ഉയരാനുള്ള സാഹചര്യവുമുണ്ട്. അതേസമയം കോട്ടയത്ത് UDFന്റെ നേതൃത്വത്തിൽ വിശദീകരണ കൺവെൻഷൻ നടക്കും. തിരുനക്കര മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും പങ്കെടുക്കും. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ അവിടെ ഇവിടെയൊക്കെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. എതിർപ്പുകൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് NSSനകത്തു നിന്നു തന്നെ. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിർണായകമായ സമയമാണ്. NSSനെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. അത് ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്നൊരു തീരുമാനമാകുമായിരിക്കും. എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്മിത, തീർച്ചയായിട്ടും ഇന്ന് ചേരുന്ന പ്രതിനിധി സഭ എന്ന് പറയുന്നത് NSSന്റെ വരവ് ചെലവ് കണക്കുകൾ, ബജറ്റുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു പ്രതിനിധി സഭയാണ് ഇന്ന് നടക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം വരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങൾ തന്നെയാണ്. വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NSSന്റെ നിലപാട് മാറ്റമാണ്. സമദൂര നിലപാട് സ്വീകരിച്ചിരുന്ന NSS കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം എന്തുകൊണ്ടെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിനിധി സഭയിൽ ഒരുപക്ഷെ സുകുമാരൻ നായർ വിശദീകരിച്ചേക്കാം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതൊരു വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് NSSനുള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ, പേര് വെക്കാത്ത ഫ്ലെക്സുകളൊക്കെയാണ് പുറത്തു വന്നത്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് രാജി നടന്നത്. പക്ഷെ ആ രാജിയിലും ചില വിശദീകരണങ്ങളുണ്ട്. അവർ നേരത്തെ തന്നെ പുറത്തായവരാണെന്നുള്ള വിശദീകരണം NSS നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു വലിയ പ്രക്ഷോഭമോ പ്രതിഷേധമോ NSSനുള്ളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞതുപോലെ തന്നെ തന്റെ തീരുമാനത്തെ എല്ലാവരും പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യം ഈ യോഗത്തിൽ വിശദീകരിക്കുമ്പോൾ എന്ത് പ്രതികരണമാണ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരെങ്കിലും എതിർപ്പ് ഉന്നയിക്കുമോ അല്ലെങ്കിൽ അതിന് പിന്തുണയ്ക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ഇന്ന് കോട്ടയം ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്നു. അതുപോലെ തന്നെ UDF കൺവീനർ കോട്ടയത്തേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ NSSുമായിട്ടുള്ള ആ ഒരു അകലിച്ച് കുറയ്ക്കുന്നതിന് വേണ്ടി നേരിട്ട് പോയുള്ള സന്ദർശനമോ മറ്റോ നടത്തുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു രാഷ്ട്രീയ വിശദീകരണം. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം അതിൽ സർക്കാരിനുണ്ടായ തിരിച്ചടി, അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൺവെൻഷൻ വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും NSSുമായിട്ടുള്ള അകലിച്ച മാറ്റാനുള്ള ചില കുറുക്കുവഴികൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിനിടയിൽ നടക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. സ്മിത, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.